പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ ഇവിടെ സംസാരിച്ചു വന്നത് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർദ് എന്ന മഹൽ വചനത്തെയാണ്. കാർമേഘങ്ങളിൽ ദൃഷ്ടാന്തങ്ങൾ, കാർമേഘമാകുന്ന ദൃഷ്ടാന്തം, ഇതൊക്കെയാണ് നമ്മുടെ ഈ തുടർച്ചയിൽ നമ്മൾ സംസാരിച്ചു വരികയുണ്ടായത്. കാർമേഘമാകുന്ന അള്ളാഹുവിൻ്റെ ആയത്തിനെക്കുറിച്ചും അതിലെങ്ങനെയാണ് ദൃഷ്ടാന്തം എന്നതിനെക്കുറിച്ചുമൊക്കെ ചില വചനങ്ങളെ ഉദ്ധരിച്ച് പല വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കാർമേഘം ദൃഷ്ടാന്തമാണ്, അതിൽ പല പ്രതിഭാസങ്ങളും ദൃഷ്ടാന്തങ്ങളായുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെയാണ് ഇടിനാദത്തെക്കുറിച്ചും മിന്നൽ പിണറിനെക്കുറിച്ചും ഗർജനത്തോടുകൂടി ഭൂമിയിൽ അവതരിപ്പിക്കുന്ന സവായിഖ് ഇടിവാളുകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു വരികയുണ്ടായത്. ഈ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കുവാൻ ചില ചരിത്രങ്ങൾ കൂടി നമുക്കിവിടെ മനസ്സിലാക്കുവാനുണ്ട്. കാർമേഘമാകുന്ന ദൃഷ്ടാന്തത്തിൽ ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തികാഫിരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അബൂ സഈദിനിൽ ഖുദരി പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ ആദ്യ 10 ഇഴ്തികാഫിരുന്നു. സഹാബത്തും തിരുദൂതരോടൊപ്പം ഇഴ്തികാഫിരുന്നു. അന്ന് ജിബ്രീൽ വന്ന് തിരുദൂതരോട് പറഞ്ഞു, ഇന്നല്ലദീ തത്ലുബു അമാമക്, താങ്കൾ അന്വേഷിക്കുന്ന ലൈലത്തുൽ ഖദർ അത് ആദ്യത്തെ 10 പിന്നീടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തകഫൽ അശ്റൽ ഔസത്ത്, നടുക്കത്തെ 10 ഇഴ്തികാഫിരുന്നു. സഹാബത്തും അങ്ങനെ ഇരുന്നു. അപ്പോഴും ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഇന്നല്ലദീ തത്ലുബു അമാമക്, താങ്കൾ അന്വേഷിക്കുന്ന ലൈലത്തുൽ ഖദർ അത് താങ്കൾക്ക് മുന്നിലാണ് എന്ന് പറഞ്ഞാൽ നടുവിലെ 10 ഒടുവിലെ 10 എന്ന അർത്ഥത്തിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ 20-ാം ദിന പ്രഭാതത്തിൽ ആളുകളോട് പ്രസംഗിക്കുകയും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തിലെ 10 അറിയിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഫമൻ അഹബ്ബ മിൻകും അൻ യഅ്തകിഫ ഫല്യഅ്തകിഫ്, ഇഴ്തികാഫ് ഉദ്ദേശിക്കുന്നവർ ഈ അവസാനത്തെ 10 ഇഴ്തികാഫിരിക്കട്ടെ. അങ്ങനെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഇഴ്തികാഫിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, വ ഇന്നി ഉരീതുഹാ ലൈലത വിത്രിൻ വ അന്നി അസ്ജുദു സബീഹതഹാ ഫീ തീനിൻ വ മാഇൻ എന്ന്. ഒറ്റ രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നെനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു. ആ ഖദറിൻ്റെ രാവിൻ്റെ പുലർച്ചയിൽ ചളിയിലും വെള്ളത്തിലുമായി ഞാൻ സുജൂദ് ചെയ്യും എന്നും കാണിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് തിരുനബി അറിയിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദിനിൽ ഖുദരി പറയുകയാണ്, അങ്ങനെ 20-ൻ്റെ അന്ന് തിരുദൂതരുടെ ഈ സംസാരം കേട്ട് ഞങ്ങൾ മടങ്ങി. വമാ നറാ ഫിസ് സമാഇ ഖസഅതൻ, അപ്പോൾ ആകാശത്തിൽ ഞങ്ങൾ ഒരു മേഘക്കീറും കാണുകയുണ്ടായില്ല. ഫജാഅത് സഹാബത്തുൻ ഫീ തിൽക്കൽ ലൈല ലൈലത്ത് 21, 21-ാം രാവിൽ ഒരു കാർമേഘം വന്നു. ഫമതറത്, അങ്ങനെ ആ കാർമേഘം മഴയായി പെയ്തു. ഹത്ത സാല സഖ്ഫുൽ മസ്ജിദ്, പള്ളിയുടെ മസ്ജിദിൻ്റെ മേൽക്കൂര മഴവെള്ളം കൊണ്ട് ഒലിച്ചു. അങ്ങനെ നിസ്കാരത്തിന് ഫഉഖീമത്തി സലാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു. ഫസല്ല ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ജുദു ഫിൽ മാഇ വത്തീൻ, ഞങ്ങളെയും കൊണ്ട് തിരുദൂതർ നിസ്കരിക്കുകയുണ്ടായി, അവിടുന്ന് ചളിയിലും വെള്ളത്തിലും സുജൂദ് ചെയ്യുകയുമുണ്ടായി എന്നാണ്. ഫനബർതു ഇലൈഹി വഖദ് ഇൻസറഫ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഞാൻ തിരുനബിയെ നോക്കി. വജബീനുഹു മുംതലിഉൻ തീനൻ വമാഅൻ, അപ്പോൾ തിരുദൂതരുടെ തിരുനെറ്റി വെള്ളവും മണ്ണും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. തസ്ദീഖൻ ലി റുയാഹു, തിരുനബി കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന നിലയ്ക്ക്. ഈ ഒരു സംഭവം സഹോദരന്മാരെ ഞാനിവിടെ ഉദ്ധരിച്ചത് കാർമേഘം
ദൃഷ്ടാന്തമാണ്. കാർമേഘം കൊണ്ടെത്തിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ്. അത് മഴ കൊണ്ടുവരുന്നു. അപ്രകാരം ഖദറിൻ്റെ രാവിനെ അറിയിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാണ് കാർമേഘവും അത് കൊണ്ടെത്തിക്കുന്ന മഴയും. ഈ ഒരു വിഷയം വായിക്കുവാനാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു വച്ചത് കാർമേഘം മഴ കനിയുന്നത് പോലെ കാർമേഘത്തിൽ നിന്നുണ്ടാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളാണ് മിന്നലും ഇടിയും അതേപോലെ ഇടിവാളുമൊക്കെ. മഴയാകുന്ന മഹാത്ഭുതം മാനമിറങ്ങുന്നത് പോലെ മാനത്ത് തെളിയുകയും മാനമിറങ്ങുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾ കാർമേഘവുമായി ബന്ധപ്പെട്ട് പലതുണ്ട് എന്നതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കിയത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ മഴയുടെ വിഷയത്തിൽ വരൾച്ച സങ്കടപ്പെടുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ ഒരു മിമ്പർ സ്ഥാപിക്കാൻ കൽപ്പിക്കുകയും ആളുകളോട് ഒരു ദിനം അവിടേക്ക് പുറപ്പെടുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സൂര്യോദയം നടന്ന ശേഷം തിരുനബി പുറപ്പെട്ടു, മിമ്പറിൽ ഇരുന്നു. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം തുടർന്നു. പ്രസംഗം അവസാനിപ്പിച്ച് തിരുദൂതർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു യഫ്അലു മാ യുരീദ് അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ അൻസിൽ അലൈനൽ ഗൈസ് വജ്അൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ എന്നിങ്ങനെ ദുആ ചെയ്തു. ഇരു കരങ്ങളും ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ തുടർത്തി. തൻ്റെ മുതുകുഭാഗം ജനങ്ങളിലേക്ക് തിരിച്ച് ഉത്തരീയം തലയിൽ തിരിച്ചിട്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്തുകൊണ്ടേ ഇരുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളിലേക്ക് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അതാണ് നമ്മുടെ വിഷയം. ഫഅൻഷ അല്ലാഹു സഹാബതൻ ഫറഅദത് വബറഖത് സുമ്മ അംതറത് ബിഇദ്നില്ലാഹ്. അതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാർമേഘത്തെ സൃഷ്ടിച്ചു. ഫഅൻഷ അല്ലാഹു സഹാബതൻ ഫറഅദത്, ആ കാർമേഘം ഇടിമുഴക്കി. വബറഖത്, ആ കാർമേഘം മിന്നൽ തീർത്തു. സുമ്മ അംതറത്, പിന്നീട് ആ കാർമേഘം മഴ വർഷിപ്പിച്ചു. എല്ലാം ബിഇദ്നില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദവും വേണ്ടുകയും പ്രകാരമാണ് സംഭവിച്ചത്. തുടർന്ന് മഹദി പറയുന്നുണ്ട്, മുസല്ലയിൽ നിന്ന് തിരുദൂതർ തൻ്റെ മസ്ജിദിലേക്ക് എത്തുമ്പോഴേക്ക് ഹത്ത സാലത്തി സുയൂൽ എന്നാണ്, ജലപ്രവാഹം ഉണ്ടായി എന്നാണ്. അത്രക്ക് മഴ വർഷിക്കുകയുണ്ടായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയൊരു പ്രഖ്യാപനം, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നി അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹു മാത്രമാകുന്നു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് എന്ന കാര്യവും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. തിരുദൂതർ ദുആ ചെയ്തു. അത്ഭുതകരമാം വിധം മാനത്ത് കാർമേഘം കനത്തു, ഇടിവെട്ടി മിന്നൽ ഉണ്ടായി, മഴ നന്നായി പെയ്തു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കെൽപ്പാണ്, അള്ളാഹുവിൻ്റെ കഴിവാണ്, കരുത്താണ് എന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഞാൻ ഈ സംഭവത്തെ ഉദ്ധരിച്ചത്, കാർമേഘം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ദർശിക്കുവാനും അനുഭവിക്കുവാനും ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ ഇടിനാദം, അതേപോലെ മിന്നലുകൾ. ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ വയുൻഷിഉ സഹാബ സിഖാൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്. പ്രതീക്ഷ ജനിപ്പിച്ചും പേടി പടർത്തിയും മിന്നലുകൾ കാണിക്കുന്നവനാകുന്നു അള്ളാഹു. ജലഭാരമുള്ള കാർമേഘങ്ങളെ തീർക്കുന്നവനുമാകുന്നു അള്ളാഹു. വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി, ഇടിവാൾ അള്ളാഹുവിനെ ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം തസ്ബീഹും നിർവഹിക്കുന്നു. വൽ മലായികതു മിൻ ഖീഫതിഹി, മലക്കുകളും അള്ളാഹുവിനോടുള്ള പേടി നിമിത്തം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, അള്ളാഹുവിന് സ്തുതി പാടി അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു. കാർമേഘങ്ങളുടെ ഒഴുക്കും ചലനവും കാർമേഘങ്ങളെ നയിക്കലുമൊക്കെ മിന്നലിനെയും ഇടിനാദത്തെയും തീർക്കുന്നു.
വിശുദ്ധ ഖുർആനിൽ റഅദും ബർഖും ഒന്നിലധികം തവണ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സൂറത്തിന് തന്നെ സൂറത്തുർ റഅദ് എന്ന പേരുമുണ്ട്. നമ്മൾ ഈ കേട്ട സംഭവത്തിൽ കാർമേഘം ഇടിനാദം മുഴക്കി, കാർമേഘം മിന്നൽ പിണർ തീർത്തു, കാർമേഘം മഴ കനിഞ്ഞു എന്നാണ് മനസ്സിലാക്കിയത്. കാർമേഘത്തിൽ നിന്ന് ഇടിവാൾ ഇറങ്ങുന്നതിനെയും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഈ വിശുദ്ധ വചനവും അക്കാര്യം നമ്മളോട് പറയുന്നു. വയുസബ്ബിഹു الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء ويرسل الصواعق അല്ലാഹു ഗർജനത്തോടുകൂടി ഇടിവാളുകളെ അയക്കുന്നു, താൻ ഉദ്ദേശിക്കുന്നവരെ അത് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ വചനം തിരുദൂതർക്ക് അവതീർണമായ ഒരു ചരിത്രം ഇവിടെ ശ്രദ്ധേയമാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരിൽ നിന്നൊരു വ്യക്തിയെ മുശ്രിക്കുകളുടെ നേതാവിലേക്ക് നിയോഗിക്കുകയുണ്ടായി. അള്ളാഹുവിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുവാനാണ് പ്രസ്തുത നിയോഗം. തിരുദൂതരുടെ അനുചരൻ വന്ന് മുശ്രിക്കിനോട് സംവദിച്ചു. അപ്പോൾ ആ മുശ്രിക്ക് അനുചരനോട് ചോദിക്കുകയാണ്, ഹാദല്ലദീ തദ്ഊനി ഇലൈഹി മിൻ ദഹബിൻ ഔ ഫിദ്ദത്തിൻ ഔ നുഹാസ്, താങ്കൾ എന്നെ ക്ഷണിക്കുന്ന അള്ളാഹു സ്വർണത്താലോ അതല്ല വെള്ളിയാലോ അതുമല്ല ചെമ്പിനാലോ തീർക്കപ്പെട്ടതാണോ, ഉണ്ടാക്കപ്പെട്ടതാണോ? ഈ ചോദ്യം ഫതആദമ മഖാലതുഹു ഫീ സദ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതരുടെ ദൂതനായ അനുചരൻ്റെ മനസ്സിൽ അതൊരു ഗൗരവ വർത്തമാനമായി ഭവിക്കുകയുണ്ടായി. അള്ളാഹു തീർക്കപ്പെട്ടത് സ്വർണത്താലാണോ അതല്ല വെള്ളിയാലാണോ അതുമല്ല ചെമ്പിനാലാണോ എന്നുള്ള ചോദ്യം അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവത്തിലാണ് ഭവിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചത്. അതോടുകൂടി ആ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങുകയും തിരുനബിയോട് ഈ വിഷയം അവതരിപ്പിക്കുകയും ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഇർജി ഇലൈഹി, ആ മുശ്രിക്കുകളുടെ നേതാവിലേക്ക് മടങ്ങിച്ചെല്ലൂ. അങ്ങനെ വീണ്ടും ഈ സഹാബി മുശ്രിക്കിൻ്റെ അടുക്കലേക്ക് ചെന്നു സംസാരിച്ചു. അപ്പോഴും ഇതുപോലത്തെ ചോദ്യം അള്ളാഹുവിനെക്കുറിച്ച് ആ മുശ്രിക്ക് ധിക്കാരപൂർവ്വം ഉന്നയിച്ചു. അവിടെയാണ് നമ്മുടെ വിഷയം. വ അർസലല്ലാഹു തബാറക വ തആല അലൈഹി സായിഖതൻ മിനസ്സമാ ഫഅഹ്ലകത്ഹു, കാർമേഘങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗർജനത്തോടു കൂടിയുള്ള ഒരു ഇടിവാൾ അയക്കുകയും ഫഅഹ്ലകത്ഹു, ആ ഇടിവാൾ ഈ അഹങ്കാര വർത്തമാനം പറഞ്ഞ മുശ്രിക്കിനെ നശിപ്പിക്കുകയും ചെയ്തു. വ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തരീഖി ലാ യദ്രി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനായ അനുചരൻ വഴിയിൽ മടക്കത്തിലാണ്, അദ്ദേഹത്തിന് ഇതറിയില്ല. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഹ്ലക സാഹിബക ബഅദക്, താങ്കളുടെ മടക്കശേഷം താങ്കൾ സംവദിച്ച ആ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു. വനസലത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവതീർണമായി എന്ത്? വയുർസിലു സവാഇഖ ഫയുസീബു ബിഹാ മൻ യശാ വഹും യുജാദിലൂന ഫില്ലാഹി വഹുവ ശദീദുൽ മിഹാൽ എന്ന വചനം, സൂറത്തുൽ റഅദിലെ 13-ാം വചനം, അതിൻ്റെ അവസാന ഭാഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടിവാളുകളെ അയക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അതിനെ അവൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ വഹുവ ശദീദുൽ മിഹാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായ തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ഇത്തരം ചരിത്രങ്ങളെ ഉണർത്തുന്നത്, ഈ ഒരു സംഭവത്തെ ഇവിടെ പ്രത്യേകം കൊണ്ടുവന്നത് കാർമേഘങ്ങൾ തീർക്കുന്ന മഹാദൃഷ്ടാന്തങ്ങൾ പലതാണ് എന്നത് ബോധ്യപ്പെടുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയാണ്. മാത്രമല്ല ഈ കാർമുഖിലുകളൊക്കെ വസഹാബിൽ മുസഖർ, അത് വിധേയമാക്കപ്പെട്ട ആജ്ഞാനിവർത്തികളായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കപ്പെട്ട് വർത്തിക്കുന്നവയാണ് എന്നതും ബോധ്യപ്പെടാനാണ് ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ ശ്രവിക്കുന്നത്. കാർമേഘങ്ങളിൽ ഈ അത്ഭുതങ്ങൾ, ഇതൊക്കെ ആ കാർമേഘങ്ങളെ സൃഷ്ടിച്ച, അതിനെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നതിനും
ശാസിക്കുന്നതിനുമനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചരിത്രങ്ങളെ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമേഘങ്ങളെ നയിക്കാനും ചലിപ്പിക്കാനും അതിൽ നിന്ന് മഴ വർഷിപ്പിക്കുവാനും ഒരു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുശാസിക്കുന്നതിനനുസരിച്ച് മലക്കുകൾ പെരുമാറുന്നു. കാർമേഘങ്ങൾ അങ്ങനെ ആജ്ഞാനുവർത്തികളായി വർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ വിശുദ്ധ മദീനയിൽ ജൂതന്മാർ തിരുസവിധത്തിലേക്ക് വന്ന ഒരു ചരിത്രം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. തിരുസവിധത്തിൽ വന്നവർ, യാ അബൽ ഖാസിം ഇന്നാ നസ്അലുക അൻ ഖംസതി അഷിയാ. അബുൽ ഖാസിം തിരുദൂതരുടെ വിളിപ്പേരാണ്. അവരങ്ങനെ വിളിച്ചുകൊണ്ട്, അങ്ങയോട് ഞങ്ങൾ 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യുൻ, അവയെക്കുറിച്ച് ഒരു നബിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഫൈൻ അംബഅതന ബിഹിന്ന അറഫ്ന അന്നക നബിയ്യുൻ വത്തബഅനാക, ഈ 5 കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് ഞങ്ങളോട് പറഞ്ഞാൽ അങ്ങ് നബിയാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കും, അങ്ങേ ഞങ്ങൾ അനുധാവനം ചെയ്യുകയും ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. തിരുനബി പറഞ്ഞു, സലൂനി അമ്മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കൊള്ളുക. വലാകിൻ ഇജ്അലൂലി ദിമ്മത്തല്ലാഹ്, എന്നാൽ നിങ്ങൾ എനിക്ക് അള്ളാഹുവിനുള്ള കരാർ നിശ്ചയിക്കണം. അഥവാ ലൈൻ ഹദ്ദസ്തുക്കും ഷൈഅൻ ഫഅറഫ്തുമൂഹു ലതുതാബിഉന്നി അലൽ ഇസ്ലാം, ഞാൻ നിങ്ങളോട് പറയുകയും അത് നിങ്ങൾ അംഗീകരിക്കുകയും ആയാൽ ഇസ്ലാമിൽ നിങ്ങൾ എന്നെ പിന്തുടരുക തന്നെ വേണം. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു, ഉടമ്പടി തീർത്തു. അങ്ങനെ ചോദ്യങ്ങൾ അവർ 5 ചോദിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ വിഷയം അതാണ് ഇവിടെ ഞാൻ ഉന്നയിക്കുന്നത്. ജൂതന്മാർ ചോദിച്ചത്, അഖ്ബിർന മാ ഹാദർ റഅദു, ഈ റഅദ് എന്താണ് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും. റഅദ് എന്ന് പറഞ്ഞാൽ ഇടിനാദം, അല്ലെങ്കിൽ ഇടിനാദം മുഴക്കുന്നവൻ. റഅദ് എന്നാൽ റാഇദ് എന്ന അർത്ഥത്തിലും ഇവിടെ ഉദ്ദേശമാകാം. ഇടിനാദം മുഴക്കുന്നവൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മലക്കും മിൻ മലായികത്തില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഒരു മലക്കാണ് ഈ റഅദ്. മുവക്കലും ബിസ്സഹാബ്, ആ മലക്ക് കാർമേഘങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവനാണ്. ബിയദിഹി മിഹ്റാഖുൻ, ഈ മലക്കിൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. മിന്നാരിൻ, അത് തീയിനാലാണ്. യസ്ജുറു ബിഹി സഹാബ്, ആ മലക്ക് ആ ആയുധം കൊണ്ട് കാർമേഘത്തെ ഇളക്കുന്നു, വിരട്ടുന്നു. യസൂഖുഹു ഹൈസു അമറല്ലാഹ്, അള്ളാഹു കൽപ്പിച്ചിടത്തേക്ക് കാർമേഘങ്ങളെ ഈ മലക്ക് നയിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് തിരുദൂതർ പ്രതികരിച്ചപ്പോൾ ഖാലു, ജൂതർ ചോദിച്ചു, ഫമഹാദ സൗത്തുല്ലദി യുസ്മ, കേൾക്കപ്പെടുന്ന ആ ശബ്ദം അതെന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സജ്റുഹു സഹാബ ഇദാ സജറഹു, കാർമേഘത്തെ ഇളക്കുമ്പോൾ ആ ഇളക്കുന്ന ശബ്ദമാണ്. കാർമേഘത്തെ നയിക്കുമ്പോൾ ആ നയിക്കുന്ന ശബ്ദമാണ്. ഹത്ത യൻതഹിയ ഇലാ ഹൈസു അമറഹു, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിടത്തേക്ക് ആ കാർമുകിൽ എത്തുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ജൂതർ പറഞ്ഞത്, സദഖത, താങ്കൾ പറഞ്ഞത് വാസ്തവമാണ്, സത്യമാണ് എന്നാണ്. പിന്നീട് അവർ അവരുടെ ചോദ്യം തുടർത്തുന്നുണ്ട്. അതൊരു വലിയ സംഭവവുമാണ്. ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത്, നമ്മൾ കാർമുകിലുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വസ്സഹാബിൽ മുസഖരി ബൈനസ്സമാഇ വൽ അർദ്, ഈ കാർമുകിലുകൾ അത് മുസഖറാണ്, വിധേയമാക്കപ്പെട്ടവയാണ്, ആജ്ഞാനുവർത്തികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമുകിലുകൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കിനെ കുറിച്ചാണ് ഇവിടെ ഈ തിരുമൊഴിയിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ആ മലക്ക് കാർമുകിലുകളെ തെളിക്കുന്നു, നയിക്കുന്നു. അള്ളാഹു എവിടെയാണോ ആ കാർമുകിൽ തണൽ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്, മഴയായി പെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇടിവാള് തീർക്കാനും മിന്നലെറിയാനും ഗർജനം പൊഴിക്കാനും ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് ഈ കാർമുകിലുകളെ നയിക്കുന്ന മലക്കുണ്ട് റാഇദ്. ആ മലക്കിൻ്റെ തെളിക്കുന്ന ശബ്ദം അതാണ് ഇടിവാളായി ശ്രവിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഉലകത്തിൽ ഓരോ സൃഷ്ടിയും, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഓരോ അത്ഭുത പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ
മഹത്വവും ഗാംഭീര്യവും അറിഞ്ഞുൾക്കൊണ്ട് അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ കാർമേഘങ്ങളും അതിൽ നിന്നുള്ള ഇടിനാദം പോലുള്ളതായ ശബ്ദങ്ങളും നമ്മോട് പറയുന്നു. ആ വിഷയമാണ് ഈ പ്രമാണവചനങ്ങൾ വിളിച്ചറിയിക്കുന്നതും. വസ്സഹാബിൽ മുസഖരി ബൈന സമാഇ വൽ അർദ്, സമാഇനും അർദിനും ഇടയിൽ മുസഖറായുള്ള സഹാബിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുകയുണ്ടായത്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കാർമുകിലുകൾ വർത്തിക്കുന്നു. അത്യുന്നതങ്ങളിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളിലേക്ക് ഈ മുകിലുകൾ ഉയർന്നു പോകുന്നില്ല. ഈ മുകിലുകളായിത്തീരുന്ന നീരാവിയും മറ്റു ദ്രവ്യങ്ങളും ഉയർന്നു പോകുന്നില്ല. കാർമേഘമാകാതെ നീരാവിയും അതിലുള്ള ദ്രവ്യങ്ങളും ഭൂമിയിൽ പതിക്കൊന്നുമില്ല. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ കാർമേഘങ്ങൾ തീരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടം ഈ കാർമേഘങ്ങളെ സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിച്ച കാർമേഘങ്ങൾ അതും ഉയർന്നു പോകുന്നില്ല, ഭൂമിക്കുമേൽ ഒന്നായി പതിക്കൊന്നുമില്ല. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തീർത്തും നിയന്ത്രണ വിധേയമായി ഈ കാർമുകിലുകൾ വർത്തിക്കുന്നു. പല ഭാവത്തിലും രൂപത്തിലും സ്വഭാവത്തിലും അവ വർത്തിക്കുന്നു. ഇതൊക്കെ സ്വയംഭവമായി ഉണ്ടാകുന്നതാണെന്നും ആകസ്മികതയാണെന്നും വിശ്വസിക്കുന്നത് എത്ര മൗഢ്യമാണ്. അത് എന്തൊരു അന്ധവിശ്വാസമാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവിൻ്റെയും കനിവിൻ്റെയും ദൃഷ്ടാന്തങ്ങളെ പലതെണ്ണിയപ്പോൾ ഇവിടെ 9ാമതായി എണ്ണിയത് ഈ വചനത്തിൽ ഈ ഒരു മഹാ ദൃഷ്ടാന്തമാണ്. കാറ്റിനെ തുടർന്നാണ് സഹാബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആകാശഭൂമിക്കിടയിൽ മുസഖറായ നിലക്ക് കാർമേഘം ഇങ്ങനെ വർത്തിക്കുവാൻ കാറ്റിൻ്റെ സാന്നിധ്യവും കാറ്റിൻ്റെ നിയോഗവും വഹിക്കുന്ന പങ്കിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അയക്കുന്നതിലുള്ള ഫലവും ഗുണവുമാണ് ഈ ഒരു ചേർത്തുപറച്ചിൽ വിളിച്ചറിയിക്കുന്നതെന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പറയപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 9 എണ്ണമാണ് ഈ കൂർവയിൽ ഇവിടെ പറഞ്ഞത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വൽ ഫുൽകി ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ وبث فيها من كل دابة وتصريف الرياح بين السحاب المسخر والسحاب المسخر بين السماء والأرض. ഇവയാണ് ആ 9 ദൃഷ്ടാന്തങ്ങൾ. ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ എന്നാണ്. ഈ പറയപ്പെട്ട 9 ദൃഷ്ടാന്തങ്ങളിൽ ലആയാത്തിൻ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളുമുണ്ട്, ലിഖൗമി യഅഖിലൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്നാണ്. തുടക്കത്തിൽ പറഞ്ഞ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നിടത്ത് ഇന്ന എന്ന അദാത്തു തൗക്കീദ് ബലപ്പെടുത്തി തീർച്ചപ്പെടുത്തി പറയുവാനുള്ള അവ്യയം അതിൻ്റെ ഇസ്മാണ് ലആയാത്തിൻ എന്നത്. തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നത്. ആരാണ് ചിന്തിക്കുന്ന ജനത? എന്താണ് അവരുടെ ലക്ഷണങ്ങൾ? എങ്ങനെയാണ് അവർക്ക് ദൃഷ്ടാന്തങ്ങൾ? അടുത്ത എപ്പിസോഡിൽ തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ആ ഒരു വിഷയമാണ്, ഭാഗമാണ്. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.